രാമായണത്തിലെ രാമരാവണ യുദ്ധത്തിന് ശേഷം രാവണൻ രാമന്റെ അസ്ത്രമേറ്റുകൊണ്ട് മരിക്കുവാനായി കിടക്കുകയായിരുന്നു. ആ സമയത്ത് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ഈ സമയം രാവണന്റെ മുന്നിൽ പോയി നിന്ന് ജീവിതത്തിൽ സഫലത നേടുവാനുള്ള ജ്ഞാനോപദേശം നേടൂ. അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൽ നിന്നും അനുജന് വേണ്ട ചില പ്രത്യേക ഉപദേശങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞു. ലക്ഷ്മണന് രാവണന്റെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് ജ്ഞാനദീക്ഷ സ്വീകരിക്കുവാനുള്ള യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ശ്രീരാമന്റെ ആജ്ഞയല്ലേ എന്ന് കരുതി ലക്ഷ്മണൻ രാവണന് മുന്നിൽ ജ്ഞാനോപദേശത്തിനായി പോയി കാത്തുനിന്നു. എന്നാൽ രാവണൻ പറഞ്ഞു, ഗുരുവിന് മുന്നിൽ ജ്ഞാനം നേടുവാൻ എങ്ങനെയാണ് വന്നു നിൽക്കേണ്ടത് എന്ന് പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞു. ലക്ഷ്മണന് രാവണന്റെ അഹങ്കാരം കണ്ട് ദേഷ്യം വന്നു. മരിക്കാൻ കിടക്കുന്ന ഈ വ്യക്തി ഇപ്പോഴും അഹങ്കാരത്തോടെ സംസാരിക്കുന്നു. ലക്ഷ്മണൻ അവിടെ നിന്നും വീണ്ടും രാമന്റെ അടുത്തേക്ക് പോയി. രാവണൻ അഹങ്കാരിയായിക്കൊണ്ട് ഗുരുവിന് മുന്നിൽ വന്നു നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. രാമൻ പറഞ്ഞു, ശരിയാണ് അനുജ, നീ രാവണന്റെ മുന്നിൽ എവിടെയാണ് പോയി നിന്നത് എന്ന് ചോദിച്ചു. ലക്ഷ്മണൻ പറഞ്ഞു, ഞാൻ രാവണന്റെ ശിരസിന്റെ ഭാഗത്താണ് നിന്നത്. രാമൻ ഉപദേശം കൊടുത്തു, ജ്ഞാനം നേടുവാൻ വേണ്ടി ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ആ വ്യക്തി നമ്മുടെ ശത്രുവല്ല, ആ വ്യക്തി ആ സമയത്ത് നമ്മുടെ ഗുരുവാണ്. അതിനാൽ ശിരസിന്റെ ഭാഗത്ത് പോയി നിൽക്കാതെ പാദങ്ങളുടെ ഭാഗത്ത് പോയി നിന്നുകൊണ്ട് വിനയത്തോടു കൂടി ജ്ഞാനത്തിന് വേണ്ടി അപേക്ഷിക്കുവാൻ പറഞ്ഞു. ലക്ഷ്മണൻ ഇത് ഒട്ടും ഇഷ്ടമായില്ല. എന്നാലും ജ്യേഷ്ഠന്റെ ഉത്തരവായതുകൊണ്ട് രാവണന്റെ കാൽ കീഴിൽ പോയി വിനയത്തോടുകൂടി തൊഴുകൈയോടുകൂടി ഇരിക്കുകയും ജീവിതത്തിന്റെ സഫലതയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശം എനിക്ക് നൽകണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. രാവണൻ ആ സമയത്ത് ലക്ഷ്മണന് 3 ഉപദേശങ്ങളാണ് നൽകിയത്. ഒന്നാമത്തെ ഉപദേശമായിരുന്നു ശുഭസ്യ ശീഘ്രം. ശുഭകാര്യം ചെയ്യുന്നതിന് ഒരിക്കലും കാലതാമസം ഉണ്ടാക്കരുത്. അശുഭമായ കാര്യങ്ങൾ ചെയ്യാൻ തോന്നുകയാണെങ്കിലും എത്ര സാധിക്കുമോ അത്രയും സമയത്തേക്ക് അതിനെ നീട്ടിവെക്കണം. എന്നാൽ ശുഭകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരിക്കലും കാലതാമസം ഉണ്ടാക്കരുത്. എന്തുകൊണ്ടെന്നാൽ ശുഭകാര്യത്തെ നമ്മൾ നീക്കിവെക്കുകയാണെങ്കിൽ ആ ശുഭകാര്യം അത്രയും ശുഭമായി നമുക്ക് ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് രാവണൻ സ്വന്തം ജീവിതത്തിന്റെ പരാജയത്തിൽ നിന്നും ഒരു ഉദാഹരണവും പറഞ്ഞു. എനിക്ക് രാമനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല. രാമന്റെ ശക്തി തിരിച്ചറിയുന്ന കാര്യത്തിൽ ഞാൻ നേരം വൈകിച്ചു. രാമന്റെ ചരണത്തിൽ അഭയം പ്രാപിക്കുന്നതിനും എനിക്ക് ചിന്തയുണ്ടായില്ല. ഈ കാരണത്താലാണ് എനിക്ക് ഇത്രയും വലിയ പരാജയമുണ്ടായത്. അതുകൊണ്ട് ശുഭകാര്യത്തിന് ഒരിക്കലും സമയം കളയരുത്, വേഗം തന്നെ ചെയ്യേണ്ടതാണ്. അതിനുശേഷം രാവണൻ ലക്ഷ്മണന് 2ാമത്തെ മഹത്തായ ഉപദേശം നൽകി. അതിങ്ങനെയായിരുന്നു, തൻ്റെ പ്രതിയോഗിയെ ഒരിക്കലും തന്നെക്കാൾ ചെറിയവനായി കാണരുത്. തൻ്റെ ശത്രു അല്ലെങ്കിൽ തന്നോടൊപ്പം മത്സരിക്കുന്ന പ്രതിയോഗി, ആ പ്രതിയോഗി എത്ര ചെറിയവനായി നിങ്ങൾ കാണുന്നോ അത്രയും നിങ്ങളുടെ പരാജയത്തിനുള്ള സാധ്യത കൂടുതലായിരിക്കും. രാവണൻ പറഞ്ഞു, എനിക്കിതാണ് സംഭവിച്ചത്. ഞാൻ വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു, മനുഷ്യരാലോ വാനരന്മാരാലോ ഞാൻ വധിക്കപ്പെടുകയില്ല എന്നുള്ളത്. എന്നാൽ ഞാൻ രാമനെ കേവലം ഒരു മനുഷ്യനായി കണ്ടു. ഈ വാനരപ്പടയെ മുഴുവൻ സാധാരണ വാനരന്മാരായി കണ്ടു. അത് കാരണത്താൽ എനിക്ക് സംഭവിച്ചത് കണ്ടില്ലേ? രാമനാൽ എൻ്റെ അന്ത്യം കുറിക്കപ്പെട്ടു. അതുപോലെ തന്നെ ആ വാനരസേനയാൽ ലങ്കയിലെ മുഴുവൻ സൈന്യവും നശീകരിക്കപ്പെട്ടു. അത് കാരണത്താൽ ഒരിക്കലും ജീവിതത്തിൽ തൻ്റെ എതിരാളിയെ വളരെ ചെറിയവനായി കാണരുത്. എതിരാളിയുടെ ശക്തി നിങ്ങൾക്ക് അറിയാത്തിടത്തോളം കാലം എതിരാളിയെ ഒരിക്കലും കുറഞ്ഞവനായി കാണുവാൻ പാടുകയേയില്ല. എതിരാളി ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നതിനേക്കാൾ ശക്തിയുള്ള വ്യക്തിയായിരിക്കാം. അതിനാൽ ഇക്കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. രാവണൻ അവസാനമായി തൻ്റെ 3ാമത്തെ ഉപദേശം ലക്ഷ്മണന് നൽകി. അതായത്, ഒരാളുടെ മുന്നിലും തൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ തുറന്നു പറയാൻ പാടില്ല. രാവണൻ സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ ഉദാഹരണവും നൽകി. എൻ്റെ നാഭിയിലുള്ള അമൃതകുംഭത്തിൻ്റെ കാര്യം വിഭീഷണന് അറിയാമായിരുന്നു. ആ കാരണം കൊണ്ടാണ് ഇപ്പോൾ എൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കി, ജീവിതത്തിലെ പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ, ജീവിതത്തെ തന്നെ ബാധിക്കുന്ന രഹസ്യങ്ങൾ എപ്പോഴും അവനവനിൽ തന്നെ സീമിതമാക്കി വെക്കണം. എത്ര പ്രിയപ്പെട്ടവരോട് പോലും അത് തുറന്നു പറയാൻ പാടില്ല. വിഭീഷണന് എൻ്റെ അമൃതകുംഭത്തെക്കുറിച്ചുള്ള അറിവുള്ളത് കാരണത്താലാണ് എൻ്റെ മൃത്യുവിന് വിഭീഷണൻ കാരണമായത്. ഈ 3 ഉപദേശങ്ങളാണ് രാവണൻ ലക്ഷ്മണന് മുന്നിൽ അവസാന സമയത്ത് ഗുരുസ്ഥാനത്തിരുന്നു കൊണ്ട് ഉപദേശിച്ചു നൽകിയത്. ഈ 3 ഉപദേശങ്ങൾ രാവണ ഉപദേശങ്ങൾ എന്നറിയപ്പെടുന്നു. രാക്ഷസന്മാരുടെ രാജാവായ രാവണൻ ലക്ഷ്മണൻ അവസാനമായി നൽകിയ 3 ഉപദേശങ്ങളാണിത്.